ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് സൺഡേ, ഞായറാഴ്ചയാണ്. ഇന്ന് ഞാൻ രാവിലെ അമ്പലത്തിലേക്ക് പോയിട്ട് വന്നു. അതിനുശേഷം ഞങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയിൽ ഇതുപോലൊരു ഉരുളിയുണ്ട്. അതിൽ വെള്ളം നിറച്ച് കുറച്ച് പൂവൊക്കെ പറിച്ചിട്ടിട്ടുണ്ട്. മുറ്റത്ത് നിന്ന പൂവൊക്കെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. മന്ദാരവും അതേപോലെ സാൽവിയയുടെ പൂവൊക്കെയാണ് ഇട്ടത്. അത് ഡെയിലി ഫ്രഷ് പൂവ് ഇടുന്നത് ഏറ്റവും നല്ലതാണ്. മറ്റേ പൂ വാടിപ്പോവും ഡെയിലി. അതുകൊണ്ട് നമ്മൾ പുതിയ പുതിയ പൂക്കൾ ഓരോ ദിവസവും പറിച്ച് അതിനകത്ത് ഇടും. അതിനുശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ദോശയും കടലയാണ്. ഇന്നലെ കടല വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാവിലെ പുഴുങ്ങി അങ്ങനെ കടലക്കറി ഉണ്ടാക്കുകയാണ്. ഓരോ ദിവസവും ഓരോന്ന് വേണമല്ലോ, നമ്മളിങ്ങനെ ആലോചിച്ച് കണ്ടെത്തണം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തലേന്നേ ആലോചിച്ച് കണ്ടെത്തിയാൽ മാത്രമേ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദോശയുടെ മാവ് കുറേ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോഴിന്ന് കടലക്കറി ദോശയാക്കാമെന്ന് കരുതി. അപ്പോൾ ദോശയുടെ മാവ് നോക്കിയപ്പം കുറച്ചേ ഉള്ളൂ. അത് കുറച്ച് ഗോതമ്പ് ദോശയും ബാക്കി അരിദോശയാണ്. ഗോതമ്പ് ദോശ ഇഷ്ടമുള്ളവർക്ക് ഗോതമ്പ് ദോശ, അരിദോശ ഇഷ്ടമുള്ളവർക്ക് അരിദോശയും കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ദോശയും കടലയും ഉണ്ടാക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. കുറേ അധികം ജോലികളുള്ള ഒരു ദിവസമാണ് സൺഡേ. ഇന്ന് ഒരുപാട് ജോലികളിങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിച്ച് ഞാൻ നിൽക്കുകയാണ്. ഇന്ന് ചെയ്യേണ്ട ജോലികളെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ദോശയും കടലയൊക്കെ ഉണ്ടാക്കി ഓരോരുത്തർക്ക് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാവിലെ. അങ്ങനെ എല്ലാവരും കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ദോശയും കടലയും ഇരുന്ന് കഴിക്കുകയാണ്. അതുപോലെ ടി വിയിൽ വാർത്തയും ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഉച്ചയൂണിനുള്ള തയ്യാറെടുപ്പാണ്. ഉച്ചയ്ക്ക് ഇങ്ങനെ നോക്കിയപ്പം രാവിലെ ചേട്ടൻ വയലിൽ പോയിട്ട് വന്നപ്പോൾ ഒരു കൊലയും ഒരു പൂവൻ്റെ ഒരു ചെറിയ കൊലയും ഒരു കൂമ്പും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായി കൂമ്പും തോരൻ വെച്ചിട്ട് എന്നാൽ ഇന്ന് കൂമ്പ് തോരനാക്കാമെന്ന് കരുതി. അപ്പോഴും മീൻ കിട്ടി. മീൻ വങ്കടയാണ്. വങ്കട ചെറിയ വങ്കടയായിരുന്നു. അതുകൊണ്ട് അത് നമ്മൾ കറി വെക്കാമെന്ന് കരുതി. വലിയ വങ്കടയല്ല, അതുകൊണ്ട് കണ്ടിക്കാനൊക്കെ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ പൂച്ചക്കുട്ടികളുമായിട്ടിരുന്ന് കണ്ടിക്കുകയാണ്. വങ്കട കണ്ടിക്കുമ്പോൾ നല്ല സൂക്ഷിച്ച് കണ്ടിച്ചില്ലെങ്കിൽ എപ്പോഴാണ് കൈ മുറിയുന്നതെന്ന് അറിയത്തില്ല. അതേപോലെ നല്ല ബലമുള്ള തൊലിയാണ് അതിന്. അതിങ്ങനെ തൊലിയൊക്കെ ഇരിയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഞാൻ മിക്കവാറും മീൻ കണ്ടിക്കുന്നത് ഇങ്ങനെ വെളിയിലിരുന്നായിരിക്കും. അകത്ത് അതിൻ്റെ ഒരു സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി വെളിയിൽ ഇരുന്നാണ് കൂടുതൽ സമയം മീനൊക്കെ കണ്ടിക്കുന്നത്. അങ്ങനെ മീനൊക്കെ കണ്ടിച്ചുകൊണ്ട് വന്നു. കുറച്ച് മീൻ കറി വെക്കാനും എടുത്തു, കുറച്ച് മീൻ വറുക്കാനും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പുരട്ടിയൊക്കെ വെച്ചു. അതിനുശേഷം മീൻ അടുപ്പിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ കൂമ്പ് അരിയാനായിട്ട് പോകുന്നത്. കൂമ്പിൻ്റെ ആ കറ നൈറ്റിയിലൊക്കെ തെറിക്കുന്നത് കൊണ്ട് ഞാൻ അത് ഏപ്രൺ എടുത്ത് കെട്ടിയതാണ്. അങ്ങനെ കൂമ്പൊക്കെ അരിഞ്ഞു തോരൻ വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇനി അത് കടുവറുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് പയർ പുഴുങ്ങിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് കൂമ്പിനോടൊപ്പം പയറിട്ട് വെക്കാമെന്ന് കരുതി. പയറും ഇട്ട് വെക്കുന്നത് നല്ലതാണ്, പയറില്ലാതെ കൂമ്പ് തോരൻ വെക്കുന്നത് നല്ലതാണ്. എങ്കിലും പയറിട്ട് വെക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അങ്ങനെ കടുക് വറുത്ത് കൂമ്പ് അരിഞ്ഞതൊക്കെ ഇട്ട്. ഈ കൂമ്പ് അരിഞ്ഞിടുമ്പോൾ ചിലർ വെള്ളത്തിൽ അരിഞ്ഞിടുന്ന പതിവുണ്ട്. ഞങ്ങൾ അങ്ങനെ വെള്ളത്തിൽ അരിഞ്ഞിടത്തില്ല. പിന്നെ ഈ കൂമ്പ് അരിഞ്ഞിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് ഞെവിടി വെക്കും. അന്നേരം ആ കറയൊക്കെ അങ്ങ് പോവും. അതിനുശേഷം ഇങ്ങനെ കടുക് വറുത്തിട്ടിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ആദ്യം ഒന്ന് അടച്ച് വയ്ക്കും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ അരപ്പ് ചേർക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഇവിടെ കൂമ്പ് ഉണ്ടാക്കുന്നത്. ചിലർ കൂമ്പ് അന്നേരം തന്നെ അത് കടുക് വറുത്തിട്ടിട്ട് തേങ്ങ ചതച്ചങ്ങിടുന്ന പതിവുമുണ്ട്. ഒന്ന് ആവി വന്നതിന് ശേഷം മാത്രമേ അരപ്പിടാവുള്ളൂ, എങ്കിലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നല്ല ഏറ്റവും ഫൈബർ കണ്ടൻറ്റ് തോനെയുള്ളതാണ് ഈ കൂമ്പ്. ഇടയ്ക്ക് നമ്മൾ കൂമ്പ് തോരനും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇത് കുറച്ച് പയർ വേവിച്ചത് ഫ്രിഡ്ജിൽ ഇരുന്നതാണ്. വൻപയർ ഇടാം, അതേപോലെ ചെറുപയറും ഇടാം. ഏതായാലും നല്ലതാണ്. അതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. അതിനുശേഷം അരപ്പും കൂടി ഇട്ട് നല്ലതായിട്ട് ഒന്ന് ഇളക്കി അടച്ച് വെച്ച്. പിന്നെ ഉപ്പൊക്കെ നമുക്ക് ഈ സമയത്ത് നോക്കാം, ഉപ്പുണ്ടോ. ഉപ്പില്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. പിന്നെ ഇങ്ങനെ വലുവലാന്നാവുന്ന കൂമ്പുണ്ട്, പക്ഷേ ഇതങ്ങനെ ആവുന്നതല്ല. ഇത് നല്ല കൂമ്പാണ്. പാളയംതോടൻ്റെ അത് പൂവിൻ്റെ എങ്ങാണ്ട് കൂമ്പാണ്. നല്ല ടേസ്റ്റായിരുന്നു വെച്ചിട്ട്. അങ്ങനെ കൂമ്പ് തോരൻ. ഇവിടെ ഇത് കൂമ്പ്, പിണ്ടി, കായ അതേപോലത്തെ തോരനൊക്കെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. പച്ചക്കറി ഉള്ള കറിയൊന്നും ഇഷ്ടമല്ല. അതിനേക്കാളും ഇഷ്ടം ഇതാണ്.
കൂമ്പൊക്കെ അരിഞ്ഞെടുക്കാൻ ഇച്ചിരി താമസം ഉണ്ടെന്നേ ഉള്ളൂ. അരിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വങ്കട വറുക്കാനുള്ളത് വറുത്ത് വെച്ചു. അതുപോലെ മീൻ കറി വെച്ചു. പിന്നെ ഒരു രണ്ട് ചീനി അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാനതെടുത്ത് പുഴുങ്ങി. എന്തായാലും മീൻ കറിയൊക്കെ ഉള്ള സ്ഥിതിക്ക് 2 ചീനി എടുത്ത് പുഴുങ്ങാമെന്ന് കരുതി. വേവിക്കാൻ നിന്നില്ല, അത് പുഴുങ്ങിയാണ് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് മോൾക്ക് എറണാകുളത്താണ് അവളുടെ ജോലി ചെയ്യുന്നത്. അവൾക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ചോറ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോറ് വാഴയിലയിൽ പൊതിഞ്ഞ് കുറച്ച് ചോറ് കൊടുത്തു വിടാമെന്ന് വെച്ച്. അവിടെ ചെല്ലുമ്പോൾ രാത്രിയാവും. അന്നേരം പിന്നെ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ നമ്മുടെ വീട്ടിലെ ചോറ്. എന്നും വെളിയിൽ നിന്ന് കഴിക്കുന്നതുകൊണ്ട് ഹോസ്റ്റലിലാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ എന്നും ചോറ് ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ എന്തായാലും നിർബന്ധിച്ച് കുറച്ച് ചോറ് കൊടുത്തു വിടും. അങ്ങനെ ചോറ് പൊതിയുന്നതാണ്. ചോറ് വേറെ കറി വേറെ അങ്ങനെ പൊതിയുന്നത്. രണ്ടും കൂടെ വെക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേന് ചോറിനകത്തുനിന്ന് ഈ കറിയുടെ ഇതൊക്കെ അങ്ങ് ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ 2ആയിട്ട് പൊതിയുന്നത് അവൾക്കിഷ്ടം. അങ്ങനെ ഞാൻ 2ആയിട്ട് എല്ലാമൊക്കെ പൊതിഞ്ഞ് കൊടുത്തു വിടുന്നതാണ്. അങ്ങനെ ചോറും കൂട്ടാനും ഒക്കെ പൊതിഞ്ഞ് അവളുടെ കൊടുത്തു വിടുന്നതിന് വേണ്ടിയിട്ടെല്ലാം അതൊക്കെ റെഡിയാക്കി വെച്ചു. കുറച്ച് അങ്ങ് ചെല്ലുമ്പോഴത്തേന് ചോറിനകത്തുനിന്ന് വെള്ളം ഇങ്ങനെ ആവി ഇറങ്ങി കടലാസൊക്കെ നനയാനുള്ള ഇതുള്ളതുകൊണ്ട് പിന്നെ പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ടാണ് കൊണ്ടുപോയത്. പിന്നെ ചോറ് എനിക്ക് ഉണ്ണാനുള്ള ചോറ് കറിയൊക്കെയാണ് ഈ എടുത്ത് വെച്ചേക്കുന്നത്. എനിക്ക് കപ്പ പുഴുങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചോറൊന്നും അധികം താല്പര്യമില്ല, കുറച്ച് ചോറേ ഉണ്ണത്തുള്ളൂ. അങ്ങനെ ഞാനും ഉച്ചക്കലത്തെ ഊണ് കഴിക്കുകയാണ്. പിന്നെ നാളെ ഇനി വൃശ്ചിക 1-ാം തീയതി ആയതുകൊണ്ട് വീടൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് കരുതി. രാവിലെ തുടയ്ക്കണമെന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പോഴാണ് ഇങ്ങനെ പല പല ജോലികൾ കൂടി വന്നത് കാരണം ഞാൻ തന്നെ തുടയ്ക്കുകയാണ്. പിന്നെ മാസത്തിലൊരു ദിവസം ഒരു കൊച്ചു വന്ന് തുടയ്ക്കും. പക്ഷേ ഇതുപോലെ പെട്ടെന്ന് ഒരാവശ്യമൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ അങ്ങ് തുടച്ചിടും. മിക്കവാറും അവിടെ വലിയ അഴുക്കൊന്നുമില്ല, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തൂത്തിട്ട് അങ്ങ് തുടച്ചിടുകയാണ്. വൃശ്ചിക 1-ാം തീയതി അപ്പോഴാണ് ഞാൻ ഓർത്തത് നാളെ വൃശ്ചിക 1-ആണല്ലോ, എന്നാൽ പിന്നെ തുടയ്ക്കാമെന്ന് കരുതി. പിന്നീട് അപ്പോഴൊരു വാഷിംഗ് മെഷീൻ കേടായിപ്പോയിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുതിയൊരു വാഷിംഗ് മെഷീൻ വാങ്ങി. അവർ വന്നു. പിന്നെ വാഷിംഗ് മെഷീൻ മുകളിൽ കൊണ്ട് വെക്കുന്നതാണ് കാണുന്നത്. 2 പയ്യന്മാരാണ് കൊണ്ടുവന്നത്. അത് മുകളിലത്തെ വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത് മുകളിലാണ്, അതിൻ്റെ പ്ലഗൊക്കെ ഉള്ളത്. അങ്ങനെ മുകളിൽ വെച്ച് പിന്നെ അതിൻ്റെ സർവീസ് ചെയ്യുന്ന പയ്യൻ വന്നു. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു തന്നു. പുതിയ വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് LGയുടെയാണ് വാങ്ങിച്ചത്. നേരത്തെ IFBയുടെ വാഷിംഗ് മെഷീനായിരുന്നു ഇവിടെ ഇരുന്നത്. അത് ഇപ്പോൾ ഒരു 10 വർഷത്തോളമായി അത് കേടായിപ്പോയി. അതുകൊണ്ട് ഇനി അത് നന്നാക്കാൻ നിൽക്കണ്ടെന്ന് കരുതി ഞങ്ങൾ പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിച്ച് അതിനകത്ത് തുണിയൊക്കെ ഇടുന്നത് പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആ പയ്യൻ പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ചേട്ടൻ അളന്ന് തുണിയൊക്കെ ഇട്ടിട്ട് അതിന് സർഫിൻ്റെ ലിക്വിഡാണ് ഒഴിച്ചത്. അത് നന്നായിട്ട് അതിൻ്റെ കൃത്യം അളവൊക്കെ എടുത്ത് പയ്യൻ കാണിച്ചു കൊടുത്തു. അതൊക്കെ ചെയ്തു. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന്.